മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന ഫ്ളാഗ് ഓഫ് പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിയോടാണ് ഗതാഗത മന്ത്രി വിശദീകരണം ആവശ്യപ്പെട്ടത്. ജനപങ്കാളിത്തം കുറഞ്ഞതിനെ തുടർന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പരിപാടി ഉപേക്ഷിച്ചിരുന്നു. ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഉറച്ച നിലപാടിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മനീഷ് മഹിപ്പാല വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വകുപ്പിന്റെ തന്നെ ഒരു പരിപാടിയിൽ വകുപ്പിന്റെ മന്ത്രി തന്നെ പരിപാടി ബഹിഷ്കരിച്ച് പകുതിയിൽ നിർത്തി പോകാന്നൊക്കെ പറയാം എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കെ.ബി. ഗണേഷ് കുമാർ അങ്ങേയറ്റം അസ്വസ്ഥനും അങ്ങേയറ്റം പ്രകോപിതനാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ ഹാഷ്മി, അതായത് പ്രധാനമായും ആളെ കൂട്ടിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അവിടെ പരിപാടി തന്നെ റദ്ദാക്കിക്കൊണ്ട് കടന്നുപോയത്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. ഒന്ന്, തന്റെ പരിപാടിയിൽ തന്റെ പാർട്ടിക്കാരും ഒപ്പം തന്നെ KSRTCയിലെ ചില ജീവനക്കാരും തന്റെ സ്റ്റാഫ് അംഗങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. മറ്റ് പൊതുജനങ്ങളാരും പരിപാടി ഇല്ലായിരുന്നു. മറ്റൊന്ന്, കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുൻവശത്ത് കൊട്ടാരത്തിന്റെ മുൻപിൽ ഈ 52 വാഹനങ്ങളും നിരത്തിയിട്ട ശേഷം പരിപാടി സംഘടിപ്പിക്കണമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യം നൽകിയ നിർദ്ദേശം. പക്ഷേ ഈ കൊട്ടാര വളപ്പിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരന് അതിന് അനുമതി നൽകിയില്ല എന്നാണ് ഉദ്യോഗസ്ഥൻ അതിന് വിശദീകരിച്ചത്. കാരണം ആ കൊട്ടാര മുറ്റത്തുണ്ടായിരുന്ന ടൈൽസിന് ഈ പൊട്ടലുണ്ടാകും, അതുകൊണ്ട് തന്നെ അതിന്റെ മുൻപിൽ ഇടേണ്ട എന്ന് അദ്ദേഹം ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു എന്നാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ നൽകിയ വിശദീകരണം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആ ടൈല് പൊട്ടുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്, അതുപോലെ സംബന്ധിച്ച് അതിന് വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ രീതിയിലുള്ള നീരസമുണ്ട്. കാരണം നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നത് കിഴക്കേക്കോട്ടയിലും ഒപ്പം തന്നെ പുത്തരിക്കണ്ട മൈതാനത്തും തൈക്കാടുള്ള പോലീസ് മൈതാനത്തിലും ഒക്കെ തന്നെയായിരുന്നു. അവിടെ വെച്ച് പരിപാടി അവതരിപ്പിച്ചാൽ ആളുകളെ കൂട്ടുന്നത് എളുപ്പ ജോലിയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നില്ല. അതിൽ ഉദ്യോഗസ്ഥർ തന്നെ അടക്കം പറയുന്നത് നേരത്തെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് തിരുവനന്തപുരത്തെ MLA. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ വെച്ച് പരിപാടി സംഘടിപ്പിച്ചാൽ പരിപാടിയുടെ അധ്യക്ഷനാക്കേണ്ടത് ആന്റണി രാജുവിനെയാണ്. പക്ഷെ അതേ മറിച്ച് കനകക്കുന്നിലോ മ്യൂസിയത്തിലോ പരിപാടി സംഘടിപ്പിച്ചാൽ അവിടെ VK പ്രശാന്താണ് MLA. VK പ്രശാന്തിനെ മാത്രം അധ്യക്ഷനാക്കിയാൽ മതി. അങ്ങനെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില പിണക്കങ്ങൾ കാരണമാണ് പഴയ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഈ രീതിയിൽ അധ്യക്ഷനാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാത്തത്. അതുകൊണ്ടാണ് കിഴക്കേക്കോട്ടെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ആ ടെർമിനലിലോ അല്ലെങ്കിൽ തമ്പാനൂരിലെ ബസ് ബേയിലോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കാൻ, പ്രത്യേകിച്ച് പുത്തരിക്കണ്ട മൈതാനത്തായിരുന്നു നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പരിപാടി. ഇത്തരത്തിൽ 52 വാഹനങ്ങളോ അല്ലെങ്കിൽ അതിലധികമോ വാഹനങ്ങൾ KSRTCയുടെ ഒക്കെ തന്നെ വാഹനങ്ങൾ നിരത്തിയിട്ട പരിപാടികൾ നേരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയിട്ടുണ്ട്. അന്ന് ആന്റണി രാജു ആയിരുന്നു മന്ത്രി. പക്ഷേ ഇപ്പോൾ അത് കനകക്കുന്നിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ അവിടെ എത്തിക്കുക വലിയ ഭാരിച്ച ജോലിയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുള്ള വി ജോയിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചുകൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ 52 വാഹനങ്ങൾ ഉടൻ MVDയുടെ ഭാഗത്തേക്ക് ലഭിക്കുകയില്ല. നിലവിൽ ആനേറയിലെ സ്വിഫ്റ്റ് ബസ്സുകളൊക്കെ തന്നെ ഇടുന്ന ആ ഡിപ്പോയിലേക്ക് ഈ 52 MVDയുടെ വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എപ്പോഴാണ് ഇനി പരിപാടി, ഈ റദ്ദാക്കിയ പരിപാടി ഇനി എപ്പോൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ തീയതി കൂടി തീരുമാനിക്കേണ്ടത് മന്ത്രി ഗണേഷ് കുമാറാണ്. അത് സംബന്ധിച്ചുള്ള തീയതിയും ഈ കാരണം കാണിക്കൽ നോട്ടീസും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം എന്നൊരു ഉറച്ച നിലപാട് നിൽക്കുകയാണ് മന്ത്രി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്ന വിവരം അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സസ്പെൻഷനിലേക്ക് പോയാൽ, ആ ഉദ്യോഗസ്ഥന് കോടതിയിലേക്ക് പോയാൽ ഈ ആളെ കൂട്ടുന്ന പരിപാടിയല്ല ഉദ്യോഗസ്ഥൻ്റെതെന്ന് കാണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന് കോടതിയിൽ അതിനെ നേരിടാൻ സാധിക്കുമെന്നതാണ്. എന്താണെങ്കിലും മന്ത്രിയെ പ്രകോപിപ്പിച്ചത് കൊട്ടാര വളപ്പിൽ നടത്തേണ്ട പരിപാടി, അത് കൊട്ടാരത്തിന്റെ പുറകിൽ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ആ റോഡിൽ ഇട്ട് പരിപാടി നടത്തിയതും ഒപ്പം തന്നെ ആള് കൂടാതിരുന്നതുമാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചതും. പരിപാടി തന്നെ റദ്ദാക്കി മന്ത്രി കടന്നു പോകാനുള്ള കാരണവും അതാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.